ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മിക്കപ്പോഴും വരുന്ന ഒരു അസുഖമാണ് തൊണ്ടവേദനയും ഒച്ചയടപ്പും. ഇതിനെല്ലാം നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ മാറ്റിയെടുക്കാം. അതിനുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അത് തന്നെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പനിക്കൂർക്കയുടെ ഇലയാണ് ആദ്യം പൊട്ടിച്ചത്. ഒരു പനിക്കൂർക്കയുടെ ഇലയെ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. പനിക്കൂർക്ക കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പുതിനയിലായാലും മതി. പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചിയാണ്. വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നാടൻ ഇഞ്ചി നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ഇഞ്ചിയിലത്തെ മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതിൽ 2 പനിക്കൂർക്കയുടെ ഇലയുണ്ട്. നമുക്ക് ഒരേ ആവശ്യമുള്ളൂ. ഞാൻ ചുമ്മാ ഒരെണ്ണം എക്സ്ട്രാ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇഞ്ചി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുനാരങ്ങ വേണം. പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ടയും വേണം. കറുവപ്പട്ട വീട്ടിൽ അതിൻ്റെ മരമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുമൂന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം ഈ ഇഞ്ചിയും നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചി ഇത്രയും വലുതാക്കിയിട്ട് നമുക്ക് അതിലിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നുകിൽ ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോൾ നീര് കുറച്ച് നഷ്ടപ്പെടും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ഇഞ്ചി കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇനി നമുക്ക് ആവശ്യം നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ്. ചെറുനാരങ്ങ ഇപ്പോൾ വലിയ ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് വലിയ ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിന് ആവശ്യമായിട്ട് വരിക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നീരെടുക്കുക. അപ്പോൾ ഒരു പനിക്കൂർക്കയുടെ ഇല, ഒരു കഷ്ണം കറുവപ്പട്ട, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, 1 ഗ്ലാസ് വെള്ളം, കുറച്ച് ഉപ്പ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ കർപ്പൂരവല്ലി എന്നൊക്കെ പറയാറുണ്ട്. പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ ഒരു കഷ്ണം ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ, അത് മൊത്തം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടായിരുന്നു. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് സമയം കൂടെ നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലത്തെ കൊറ്റൻ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമ്മളൊന്ന് അരിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ് വെള്ളമായിട്ടാണ് ഇത് ചെയ്തത്. നമ്മളിത് ബോയിൽ ചെയ്ത് വന്നപ്പോഴേക്കും ഇത്രയും വെള്ളം ഇതിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കുടിച്ചിറക്കാതെ കുറച്ച് സമയം ഒന്ന് വായിൽ പിടിച്ച് വെച്ചിട്ട് വേണം കുടിക്കാനായിട്ട്. ചില ആളുകൾക്ക് ഇത് ദിവസത്തിൽ 1 നേരം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ 3 നേരം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടവേദനയും ഒച്ചയെടുപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.